നിന്റെയൊക്കെ പിന്നിൽ ആരാടാ? ഒരുത്തിനെ കൊണ്ടുവന്ന് ഇങ്ങനെ കെട്ടിയിട്ട് തല്ലിച്ചതക്കുന്നത് അത്ര കേമത്തൊന്നുമല്ലടാ. നിങ്ങൾ എന്നെ കൊല്ലൂന്ന് പറഞ്ഞാലും എനിക്ക് എന്റെ ജീവനെ കുറിച്ച് ഒരു പേടിയില്ല. ചവിട്ടിക്കൊന്നോളിയും. എന്നെ പിടിച്ചുകൊണ്ടുവരാൻ നിന്നോടൊക്കെ പറഞ്ഞവനാണെങ്കിൽ പകൽ വെളിച്ചത്തിൽ കൺമുന്നിൽ വരാൻ അവന് ധൈര്യം ഉണ്ടെങ്കിൽ വരാൻ പറ. മിണ്ടാൻ വേണം. താനായിരുന്നല്ലേ ജെആർ? യെസ്. അനന്തൻ എനിക്കെതിരെ എഴുതാൻ തുടങ്ങിയെന്ന് അറിഞ്ഞ നിമിഷം ഞാൻ അനന്തനെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. വൗ, വാട്ട് എ ഗ്രേറ്റ് പ്രൊഫൈൽ. സാമ്രാജ്യത്തെ ശക്തികളോട് സന്ധിയില്ലാതെ സമരം ചെയ്ത ഒരു പ്രസ്ഥാനത്തിന്റെ അമരക്കാരൻ. പിന്നെ ആ പ്രസ്ഥാനം വിട്ട് സോഷ്യൽ മീഡിയ ശക്തമായതോടെ ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇറങ്ങി തിരിച്ചവൻ. എഴുതുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും അസാമാന്യ വിപ്ലവം. അതിസമ്പന്നന്മാരുടെ അടിവേര് തപ്പിപ്പോയത് ഒന്നല്ല, ഒരുപാട് തവണ. അതിശക്തന്മാരെ വീഴ്ത്തിയതും പലതവണ. ആഹാ, കേമം, ബഹുകേമം. പക്ഷേ അനന്ത, നീ ഇതുവരെ തൊട്ട എതിരാളികളിലെ ചെയ്യാറില്ലായിരുന്നു. തനിക്ക് പേടിയുണ്ടോ? ഇല്ല, ഹരി കൂടെ ഉണ്ടല്ലോ. അതെ, നാണക്കേട് തോന്നുന്നു. എല്ലാവരുടെയും നോട്ടത്തിന് മുന്നില് ഇവിടെ വന്നിരിക്കേണ്ടി വന്നല്ലോ എന്ന് ഓർത്തിട്ടാ. ആ സി വരട്ടെ. വന്നിട്ട് എന്ത് പ്രയോജനം? നമ്മളെവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നില് ജയർ തന്നെയായിരിക്കും ഹരി. ചിലപ്പോ ആയിരിക്കും. അയാളുടെ ലക്ഷ്യം നമ്മുടെ ജീവിതമാണല്ലോ. ഹരി, പോലീസുകാരുടെ ആരോടെങ്കിലും ഒന്ന് ചോദിച്ചൂടെ എന്തിനാ നമ്മളെ പിടിച്ചോണ്ട് വന്നെന്ന്? ചോദിച്ചപ്പോ അവര് പറഞ്ഞില്ലല്ലോ. ഇനിയിപ്പോ വീണ്ടും ചോദിച്ചാൽ അവര് ദേഷ്യപ്പെടും. അതൊന്നും വേണ്ട, നമുക്ക് കാത്തിരിക്കാം. ജയർ വരയ്ക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം, അല്ലേ? ഹലോ. ഹരിയെ നിത്യം പോലീസ് അറസ്റ്റ് ചെയ്തത് എന്തിനാ? പോലീസ് അറസ്റ്റ് ചെയ്തു? എനിക്കറിയില്ല. ജെആറിന്റെ ഓഫീസ് അറിയാതെ അങ്ങനെ ഒരു കാര്യം നടക്കില്ല. ജെആറിന്റെ സർവസ്വവും ഇപ്പൊ നിങ്ങളാണല്ലോ. സുജാത, എനിക്കറിയില്ല. അങ്ങനൊരു കാര്യം അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ എന്തെങ്കിലും ഒരു കാരണവും കാണും. അല്ലാതെ എനിക്കറിയാവുന്ന കാര്യങ്ങളൊന്നും അല്ല. നിങ്ങൾ നിങ്ങളുടെ മോനോടൊപ്പം ചേർന്ന് മിടുക്ക് കാണിക്കുകയാണോ? സുജാതെ, താമരതന്റെ ക്ഷമ പരീക്ഷിക്കാൻ നോക്കല്ലേ. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് എനിക്കറിയില്ല. എന്തിന്റെ പകയാ നിങ്ങൾ തീർക്കുന്നത്? ബർത്ത്ഡേ പാർട്ടിയിൽ നിത്യ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളുടെ പേരിലോ? നിങ്ങളുടെ മകന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞതിന്റെ പേരിലോ?
അങ്ങനെ അവൻ നാണം കെട്ടതിന്റെ പേരിലോ? അവള് പിന്നെ വേറെ എന്ത് ചെയ്യണമായിരുന്നു? സുജാതെ, എന്റെ മക്കളെ, ഹരിയെയും നിത്യയും ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്ക് ഇവിടെ തിരിച്ചു കിട്ടണം. അല്ലെങ്കിൽ നിങ്ങളുടെ മാറ്റത്തിൽ പകച്ചു നിൽക്കുന്ന സുജാത ആവില്ല ഞാൻ. ആദ്യം അവരെ പോലീസ് പിടിച്ചോണ്ട് പോയത് എന്തിനാണെന്ന് അന്വേഷിക്കും. അതിനുശേഷം എന്നെ വിളിച്ചാ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതെ, എനിക്കിവിടെ കുറച്ച് തിരക്കുണ്ട്. ഓ, തിരക്ക്. ജെആറിന്റെ എംഡി കസേരയിലിരിക്കുന്നതിന്റെ തിരക്ക്, മകന്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന്റെ തിരക്ക്. നിങ്ങളുടെ തിരക്കും തിരക്കില്ലായ്മയൊക്കെ ഒരുപാട് കണ്ടറിഞ്ഞവളാണ് ഞാൻ. രഘുവേട്ടാ, ഞാൻ ആണയിട്ട് പറയുക, എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ മക്കളെ തേടി ഞാൻ പോവില്ല, നിങ്ങളെ തേടി ഞാൻ വരും. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല നിങ്ങൾക്ക് ഈ പുത്രസ്നേഹം. സകല ആയുധങ്ങളുമായി ജെആർ ഞങ്ങളുടെ മുൻപിലേക്ക് വന്നത് തന്നെ നിങ്ങളുടെ ബുദ്ധിയാണ്, അല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. താൻ ഫോൺ വയ്ക്കാൻ നോക്കൂ. ഫോണിലല്ലേ നിങ്ങൾ ഒഴിഞ്ഞു മാറും? അത് കഴിഞ്ഞാൽ വരേണ്ടത് എന്റെ മുൻപിലേക്കല്ലേ? ഈ ചെയ്ത് കൂട്ടുന്നതിനൊക്കെ മറ്റാര് മറന്നാലും നിങ്ങളെ കൊണ്ട് സുജാത കണക്ക് പറയിപ്പിക്കും. അതോർത്തോ നിങ്ങള്?